ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി UA എക്സ്ചേഞ്ചിന്റെ ബഹ്റൈൻ ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് ആയ ശ്രീ വിനീഷ് കുമാർ. ഇന്ന് നമുക്ക് 3 മഹാരഥന്മാരെയാണ് ഗസ്റ്റ് ഓഫ് ഓണേഴ്സായി കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം പ്രശസ്ത പത്രപ്രവർത്തകനാണ്, DTയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. അദ്ദേഹത്തിനൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. രണ്ടാമത്തെ വ്യക്തി എൻ്റെ സഹോദരതുല്യനായ ശ്രീ രാധാകൃഷ്ണൻ കലയിൽ, രാധാകൃഷ്ണേട്ടൻ. അദ്ദേഹം അലോഫി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെയർമാനും അമാദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഡയറക്ടറും കിംസ് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ തുടങ്ങിയത് 50 പേരെ വെച്ചിട്ടാണ്. അതിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം. തിരുവനന്തപുരത്ത് ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഉയർന്നു വരുന്നുണ്ട്, അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് അദ്ദേഹം. പിന്നെ നമ്മുടെ NSSൻ്റെ കൂടെ എന്നും താങ്ങും തണലുമായി നിൽക്കുന്ന നമ്മളിൽ ഒരാളായ, ഏത് ഫംഗ്ഷനും പറയും എന്നെ ഗസ്റ്റാക്കരുത്, എന്നെ ചീഫ് ഗസ്റ്റാക്കരുതെന്ന്, ശ്രീ VK രാജശേഖരൻ ചേട്ടൻ. ക്ഷണം സ്വീകരിച്ചെത്തിയ വിശിഷ്ട വ്യക്തികളെ, സീനിയർ അംഗങ്ങളെ, മാധ്യമപ്രവർത്തകരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ബിലേറ്റഡ് ഓണം വിഷസ്. നമുക്കറിയാം, കേരളത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും വേർതിരിവില്ലാതെ നാമെല്ലാവരും സന്തോഷത്തോടെ സാഹോദര്യത്തോടെ കൊണ്ടാടുന്ന ഒരാഘോഷമാണ് പൊന്നോണം. സമത്വവും സാഹോദര്യവും സമൃദ്ധിയും സന്തുഷ്ടിയും ഇണങ്ങിച്ചേരുന്ന ഒരു സാമൂഹിക അവസ്ഥയെക്കുറിച്ചുള്ള സങ്കല്പമാണ് ഓണം. കർക്കിടമാസത്തിലെ ദാരിദ്ര്യം കഴിഞ്ഞാൽ, ഇപ്പം ദാരിദ്ര്യം കർക്കിടമാസത്തിൽ ഇപ്പോൾ കാര്യമായ ദാരിദ്ര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് കർക്കിടമാസത്തിലെ ദാരിദ്ര്യത്തെ പറ്റി അറിയുമില്ല. ചിങ്ങമാസത്തിലെ കൊയ്ത്തു കഴിഞ്ഞാൽ, പത്തായങ്ങളെല്ലാം നിറഞ്ഞാൽ ഉടൻ വരുന്ന ആഘോഷമാണ് ഓണം. അതുകൊണ്ട് തന്നെ ഓണത്തെ വ്യാപാരോത്സവമായും കാർഷികോത്സവമായും കണക്കാക്കുന്നു. ഓണവിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷത്തെ NSSൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ഒട്ടനവധി നല്ല പ്രവർത്തനങ്ങൾ, ഒട്ടനവധി കുടുംബ സംഗമങ്ങൾ നടത്താൻ കഴിഞ്ഞു. രാമായണ മാസവും മലയാള പാഠശാലയുമൊക്കെ വളരെ ചിട്ടയായി, ഭംഗിയായി, മറ്റു പല സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളുമൊക്കെ നമുക്ക് വിജയകരമായി നടത്താൻ കഴിഞ്ഞു. ഓണവും വിജയദശമിയും ചേർത്ത് കോർത്തിണക്കിയ മഴവില്ല എന്ന പ്രോഗ്രാം വളരെയധികം ജനശ്രദ്ധയെ ആകർഷിച്ചിരുന്നു. അതുപോലെ തന്നെ പുതുവത്സരവും ക്രിസ്തുമസും കോർത്തിണക്കിയ മഴവില്ല് 2 എന്ന പ്രോഗ്രാം ഭാരതത്തിൻ്റെ മഹത്തായ പൈതൃക കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ മന്നം ക്ലാസിക്കൽ ആർട്സ് ഫെസ്റ്റിവൽ, അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടത്താൻ കഴിഞ്ഞു. ഇത് ഒരുപാട് പേരുടെ ആത്മാർത്ഥമായ പ്രവർത്തന ഫലമായിട്ടാണ് ഈ വിജയങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞത്. അതിൽ എൻ്റെ കമ്മിറ്റിയിലുള്ള എൻ്റെ സഹപ്രവർത്തകരുണ്ട്, സബ് കമ്മിറ്റിയിലുള്ളവരുണ്ട്, അംഗങ്ങളുണ്ട്, സീനിയർ അംഗങ്ങളുണ്ട്, കലാകാരന്മാരുണ്ട്, അഭ്യുദയകാംക്ഷികളുണ്ട്. സർവോപരി നമ്മുടെ സ്പോൺസേഴ്സിൻ്റെ സൗമനസ്യവും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. UA എക്സ്ചേഞ്ച് ആയാലും നാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി ആയാലും എന്നും നമ്മളുടെ കൂടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും താങ്ങും തണലുമായി നിന്നിട്ടുണ്ട്. നമ്മളുടെ ഇത്തരുണത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ ഒരുമിച്ച് നിന്നാൽ, നമ്മളെന്നല്ല ഏത് സമൂഹവും ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ കേരളത്തിൻ്റെ പ്രിയ കവി ശ്രീ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ, ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. ഒന്നായാൽ നന്നായി എന്താണ് അതിനർത്ഥം? ഒരുമിച്ച് നിന്നാ നല്ലത്. നന്നായാൽ ഒന്നായി. നന്നായാൽ മാത്രമേ
നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കൂ. അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള നന്മ അംഗങ്ങളിൽ ഇപ്പൊ അംഗങ്ങൾ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ പിതാമഹൻ NSSന്റെ ഫൗണ്ടറായ ശ്രീ മന്നത്ത് പത്മനാഭൻ അവർകൾ, അദ്ദേഹം ഈ സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ, വിശാല വിചാരഗതികൾ എത്ര തന്നെയുണ്ടെങ്കിലും ജാതി മതാദികൾക്ക് അതീതമായി മനുഷ്യസ്നേഹം പ്രയോഗത്തിൽ വരുത്താൻ അസാധ്യമായ സമയത്ത് സമുദായത്തിൽ നിന്നുകൊണ്ട് തന്നെ, സമുദായത്തിന്റെ പ്രതിനിധിയായി തന്നെ സമുദായത്തിനപ്പുറമുള്ള സമൂഹത്തെ എങ്ങനെ സ്നേഹിക്കാമെന്നും എങ്ങനെ സേവിക്കാമെന്നും എങ്ങനെ ബഹുമാനിക്കാമെന്നും നമ്മളെ പഠിപ്പിച്ച മഹത് വ്യക്തിയാണ് നമ്മുടെ ഫൗണ്ടറായ ശ്രീ മന്നത്ത് പത്മനാഭൻ. വേദങ്ങൾ ഈശ്വര നിർമ്മിതമാണെന്നും ആ വേദങ്ങളെ ആസ്പദമാക്കിയാണ് വർണ്ണാശ്രമധർമ്മങ്ങൾ ഉണ്ടാക്കിയതെന്നും, ആ വർണ്ണാശ്രമധർമ്മങ്ങൾ നമുക്കറിയാം. 4 വരി കവിത, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം സമയമില്ലാത്തതുകൊണ്ട്. ആ കവിത അറിയുന്നവർക്ക് മാത്രം അറിയാം വർണ്ണാശ്രമധർമ്മങ്ങൾ എന്തെന്ന്. ആ വർണ്ണാശ്രമധർമ്മങ്ങൾ ഈ വേദങ്ങളുടെ നിലനിൽപ്പിനെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയതാണെന്നും, അതിനാൽ അതിനെന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അത് ഈ സമൂഹത്തെ, ഈ സമുദായത്തെ തന്നെ ഉന്മൂലനം ചെയ്യുമെന്നുള്ള വിശ്വാസം സാധാരണ ജനങ്ങളിൽ രൂഢമൂലമാക്കി തീർത്ത അതിബുദ്ധിമാന്മാരെയും സവർണരെയും അദ്ദേഹം നിശ്ശബ്ദമായി വിമർശിച്ചു. 1000 കൊല്ലങ്ങളായി, അനേകായിരം കൊല്ലങ്ങളായി നടന്ന അനേകം മത്സരങ്ങളുടെയും തന്മൂലമുണ്ടായ നാശനഷ്ടങ്ങളുടെയും കാരണം ജാതിഭേദവും ഉച്ചനീചത്വവുമാണെന്ന് അദ്ദേഹം തന്റെ പ്രഗത്ഭമായ വാക്ചാതുരിയിൽ ചരിത്രത്തിന്റെ പിൻബലത്തോടെ കേരള ജനതയെ ഉദ്ബോധിപ്പിച്ചു. അങ്ങനെയുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണിത്. അദ്ദേഹമായാലും നമ്മുടെ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുവായാലും എല്ലാം നമ്മളെ പഠിപ്പിച്ചത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, വ്യവസായവും ജോലിയും കൊണ്ട് അഭിവൃദ്ധി നേടുക, സംഘടിച്ച് ശക്തി നേടുക എന്നുള്ളതാണ്. ആ പാതയിൽ ഈ സമൂഹം, ഈ സമുദായം ഇന്ന് ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഇദ്ദേഹത്തിൻ്റെ, നമ്മുടെ ഫൗണ്ടർ ശ്രീ മന്നത്ത് പത്മനാഭൻ അവരുടെ ആദരവ് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ മന്നം അവാർഡ് ആദ്യമായി ഏർപ്പെടുത്തുകയുണ്ടായി. കഴിഞ്ഞ വർഷത്തെ മന്നം അവാർഡ് കൊടുത്തത് ഡോക്ടർ N. ഗോപാലകൃഷ്ണൻ സാറിനാണ്. ശാസ്ത്രം, സാങ്കേതികം, സാമൂഹികം, സാംസ്കാരികം, രാഷ്ട്രീയം, വിദ്യാഭ്യാസം, കലാ, സാഹിത്യം, മാനുഷിക സേവനം തുടങ്ങി ഒട്ടനവധി മേഖലകളിൽ വ്യത്യസ്തമായ സംഭാവനകൾ നടത്തുന്ന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഏർപ്പെടുത്തിയ അവാർഡാണ് മന്നം അവാർഡ്. ഈ വർഷത്തെ മന്നം അവാർഡ് നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് എനിക്കറിയാം. എന്നാലും ഈ വർഷത്തെ മന്നം അവാർഡ് ശ്രീ പ്രസാദ് ചന്ദ്രേട്ടൻ ജൂറിയായ കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തത്. പ്രൊഫസർ PN രാജശേഖരപിള്ള സാറിനാണ്. അദ്ദേഹം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റാണ്. ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ഇഗ്നോവിന്റെ വൈസ് ചാൻസലറായിരുന്നു. MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. 2007 പ്രൈം മിനിസ്റ്റർ കയ്യിൽ നിന്ന് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനൊരു വ്യക്തിയെ, അതിലിപ്പോൾ കൂടുതലായിട്ട് ഞാൻ കടക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ വായിക്കണമെച്ചാൽ തന്നെ നമുക്കൊരു 2 ദിവസം വേണം. അങ്ങനൊരു വ്യക്തിയെ ഈ വർഷത്തെ മന്നം അവാർഡ് ജേതാവായി കിട്ടിയതിൽ ഈ കമ്മിറ്റിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ സംസാരിക്കണം ഈ വൈകി വന്ന രീതിയിൽ. 3/4 മണിക്കൂർ ഇത് സംസാരിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഈ വൈകി വന്നതിന് ഞാൻ രഘുവേട്ടനോട് പറയായിരുന്നു, കൂടുതൽ നീട്ടാതെ എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ
ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ ക്രിസ്തുമത സഹോദരന്മാരോടും മുസ്ലിം സഹോദരന്മാരോടുമുള്ള സ്നേഹാദരങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഇത്രയും വമ്പിച്ച രീതിയിൽ സംഘടിപ്പിച്ച ജനറൽ കൺവീനർ ശ്രീ അജയകൃഷ്ണനെയും മറ്റ് കൺവീനേഴ്സിനെയും MSR പിള്ളച്ചേട്ടൻ, പ്രസാദ് ചന്ദ്രചേട്ടൻ, അങ്ങനെ നമ്മുടെ എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിനെ എല്ലാവരെയും മലയാള പാഠശാലയുടെ പ്ലോട്ട്, അവരുടെ പ്രത്യേകം ഉണ്ടാക്കിയ പ്ലോട്ട്, അങ്ങനെയുള്ള എല്ലാവരെയും പെട്ടെന്ന് എല്ലാവരുടെയും പേര് ആരുടെയും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല, അത് നന്ദി പ്രകാശിപ്പിക്കുന്ന ചടങ്ങിൽ ശ്രീ രാജേന്ദ്രൻ നായർ എടുത്തു പറയുന്നതായിരിക്കും. എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹാദരങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും കൈവരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.